ഇന്ത്യയിൽ കുറേ പുരോഗതിയൊക്കെ കുറച്ച് വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ടല്ല. ഈ ബിൽഡിങ്ങൊക്കെ പണ്ടേ ഉള്ളതാണ്. പുതിയതായിട്ട് അങ്ങേ സൈഡിലൊക്കെ കൂടുതൽ ബിൽഡിങ് വന്നിരിക്കുന്നത്. മെഡിക്കൽ മിഷൻ്റെ സൈഡിലാണ്. മെഡിക്കൽ മിഷൻ്റെ സൈഡിൽ പണ്ട് അധികം ബിൽഡിങ് ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ അവിടെ ഇവിടെ ഈ കൊലഞ്ചേരി ഇവിടെയുള്ള ബിൽഡിങ്സൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുണ്ട് ഈ ബിൽഡിങ്ങൊക്കെ. പുതിയ ബിൽഡിംഗ് എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നുമില്ല. ഇതെല്ലാം പഴയ ബിൽഡിങ്ങാണ്. 40 വർഷത്തിന് മേലെ പഴക്കമുള്ള ബിൽഡിങ് അതെല്ലാം. ഈ കൊലഞ്ചേരി കോളേജിൻ്റെ ഏരിയയിലുള്ള എല്ലാ ബിൽഡിങ്ങും പഴയ ബിൽഡിങ്സാണ്. ഇപ്പോൾ ആ മുറമറ്റത്തിലെ ബിൽഡിങ് മാത്രമാണ് പുതിയതായിട്ട് പൊളിച്ച് പണിയുന്നത്. ബാക്കിയൊക്കെ എല്ലാം പഴയ ബിൽഡിങ്സാണ്. മെഡിക്കൽ മിഷൻ്റെ സൈഡിൽ മെഡിക്കൽ കോളേജിൻ്റെ ആ ഏരിയയിൽ കുറേ പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ട്. പിന്നെ കടയിലേക്ക് തിരിയണോടത്തൊക്കെ 1-2 ബിൽഡിങ് പൊളിച്ച് പുതിയത് പണിതിട്ടുണ്ട്. കൊലഞ്ചേരിയിൽ നിന്ന് കടയിലേക്ക് പോണ വഴിയുടെ അവിടെ. ഇതിനു മുമ്പിലത്തെ വീഡിയോ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഈ ഇവിടെയൊക്കെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ അതിരൂക്ഷമെന്ന് തോന്നുന്നു. അതിപ്പം കേന്ദ്രത്തിൽ മോഡി വന്നാലും അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടാകുന്ന UPA ഉണ്ടായാലും എല്ലാ സമയത്തും തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരുന്നു. ജോബ് ക്രിയേഷനിൽ അതിപ്പോൾ ഇവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണെങ്കിലും ഇപ്പോൾ പിണറായി അച്യുതാനന്ദനും പഠിക്കുന്ന കാലത്താണെങ്കിലും ഈ ജോബ് ക്രിയേഷൻ വളരെ കുറവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എൻ്റെ പുറകിലൊക്കെ ബൈക്കിൽ ഇത്രയും ആളുകൾ കിട്ടാൻ ഇങ്ങനെ ഈ മാഫിയ ഗ്രൂപ്പിനും ദുബായ് ഗ്രൂപ്പിനൊക്കെ കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ടാണ്. കാരണം കുറേ ആളുകൾക്ക് പണിയില്ലാന്ന് 50% തൊഴിലില്ലായ്മ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിൽ. അതുപോലെ ദുബായ്ക്കാരനും അവിടെ എനിക്ക് തോന്നണ അവിടെ കുറേ കെട്ടിടമൊക്കെ അവിടെ പണിതിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും അത് മേടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 18 വർഷമായിട്ട് മൊത്തത്തിൽ പ്രോബ്ലം തോന്നുന്നു അവിടെ. അതുകൊണ്ടാണ് അവന്മാർ നമ്മുടെ പുറകെ ആളെയിട്ട് നടക്കണേന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ സംഗതി എല്ലാം ക്ലിയർ ആണെങ്കിൽ നമ്മുടെ പുറകെ ആളെയിട്ട് ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ അവനവൻ്റെ ആ ബിൽഡിങ്ങും പണിത് നോക്കി മറ്റേ ഇത് കൊടുത്ത് ചെയ്താൽ പോയാൽ മതിയല്ലോ. അപ്പോൾ അവിടെ അതിഭയങ്കരമായ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. ദുബായിൽ അതിഭയങ്കരമായ സാമ്പത്തിക പ്രശ്നങ്ങളും കുറേ കെട്ടിടം അവിടെ പണിതിട്ടുണ്ട്, ഒരു മനുഷ്യൻ എടുക്കാനില്ല. അപ്പോൾ അതിഭയങ്കരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്കുണ്ടെന്ന് തോന്നുന്നു ദുബായിക്ക്. അതുകൊണ്ടാണ് അവർ ഈ പൈസ കൊടുത്ത ആളുകളെ ഇങ്ങനെ പുറകെ മൊബൈലും ഇതായിട്ട് വിട്ടേക്കണേ. അവൻ്റെ ഇത് ദുബായിയുടെ കയ്യിൽ 5 പൈസ ഇല്ല. അത് എനിക്ക് തോന്നുന്നത് അവിടെ പൈസ ഇല്ല. അവർ അവിടെ കുറേ ആളുകൾക്ക് അവിടെ ഇവിടെയൊക്കെ പണിതുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ഈ പണിയുന്നത് ആരെങ്കിലും മേടിക്കുക പിടിക്കുക ചെയ്താലേ അതിന് ഇതുള്ളൂ. നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം വീട് പണിതിട്ടു, അതിൽ 100 വീട് പോലും മേടിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ അത് ഈ പണിതിട്ടിട്ടുള്ള കാര്യം. കാരണം ഇതൊക്കെ പൊളിഞ്ഞു പോയ ഒരു മോഡലാണ് ദുബായ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ 90-കളിൽ 80-കളിലും 90-കളിലും ഒക്കെ ആയിരുന്നു. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ലോകത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പം അവിടെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ അത് എല്ലാ സ്ഥലങ്ങളും ഇന്ത്യയിലുള്ള ഒരു 200-300 സിറ്റികളിൽ ഈ പറഞ്ഞ ദുബായിൽ ചെയ്യുന്ന എല്ലാ പരിപാടി ഇന്ത്യയിലുള്ള ഒരു 300 സിറ്റികളിലുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ആളുകളുടെ കയ്യിൽ വേറെ
ഇഷ്ടം പോലെ ഇതുണ്ട്. അപ്പോൾ ഈ ഇവിടെ കൊണ്ടുവന്ന് കാശ് മുടക്കേണ്ട ഒരു കാര്യവുമില്ല. അതാണ് അതൊക്കെ തകർന്നു പോകാൻ കാരണം. ഒരു ബിസിനസ് മോഡൽ 20 കൊല്ലം നിൽക്കുകയുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ദുബായിലെ ആ ഒരു 90s തുടങ്ങിയതായിരിക്കും. 93, 94 തുടങ്ങിയതായിരിക്കും. അത് 20 വർഷം 2012-13 ആയപ്പോൾ അത് പൊളിഞ്ഞു. അത് 20 years ഉള്ളൂ ഇതൊക്കെ. ഈ ഇങ്ങനെയുള്ള ഒരു പുതിയൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ 20 വർഷം അതിനൊക്കെ ആയുസുള്ളൂ. 20 വർഷം കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോകും. 25 വർഷം വരെ ഏറ്റവും ടഫായിട്ടുള്ള ബിസിനസ് നിൽക്കുള്ളൂ. 25-30 വർഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള ബിസിനസ് നിൽക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മോഡലാണ്. അത് ജസ്റ്റ് 20 years അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. 93 മുതൽ 2013 വരെ. 2013 ആയപ്പോൾ ഇത് പൊളിഞ്ഞു പോയി. 2008 തന്നെ പൊളിഞ്ഞു പോലെ തുടങ്ങിയായിരുന്നു. 13 ആയപ്പോഴത്തേക്കും ഏതാണ്ട് അത് പോയായിരുന്നു. അപ്പോൾ അവിടെയും അവൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതാണ് ഈ മൊബൈൽ ഫോണും കൊടുത്ത് കാറും കൊടുത്ത് കുറേ ആളുകൾ എൻ്റെ പുറകെ ഇട്ടേക്ക്. അതുപോലെ തന്നെ ഈ ഇവിടെ ഇന്ത്യയിലും ഇതില്ല. ഈ മോഡി ഗവൺമെൻറ് ആണെങ്കിലും അതിന് മുമ്പ് UP ആണെങ്കിലും ഇപ്പോഴുള്ള പിണറായി ആണെങ്കിലും മുമ്പുള്ള ഉമ്മൻചാണ്ടി ആണെങ്കിലും ജനങ്ങൾക്ക് ജോലിയില്ല. അതുകൊണ്ട് ഇങ്ങനെ കുറേ ആളുകളുടെ കയ്യിൽ പൈസ കൊടുത്ത് കുറേ കഞ്ചാവും മറ്റേ ഇതൊക്കെ നടക്കുന്ന കുറേ മാഫിയകൾ ഇന്ത്യയിലുണ്ട്. അവരുടെ കയ്യിൽ ആ കഞ്ചാവ് നടത്തിയും കുറച്ച് കളനോട്ട് കടത്തിയൊക്കെ കുറച്ച് പൈസ ഉണ്ട്. അവന്മാരിങ്ങനെ കുറേ ഗുണ്ടകൾ അതിക്കടെ വിട്ടേക്കുക. ഈ തൊഴിലില്ലായ്മ ഇല്ലാത്ത ഇവിടെ ഭയങ്കര അതിരൂക്ഷമായ തൊഴിലില്ലായ്മ ആയതുകൊണ്ട് ഇതിന് നടക്കാനായിട്ട് രാവിലെ വൈകുന്നേരം മുതൽ മറ്റവൻ്റെ പുറകെ പോവുക, അവൻ്റെ പുറകെ ബൈക്ക് ഓടിക്കുക, അവൻ്റെ പുറകെ സ്പീഡിലൊന്ന് ഓടിച്ചു പോവുക, അതിൻ്റെ കാറിൻ്റെ പുറകെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ പുറകെ ഒന്ന് ചെയ്യുക. നിനക്ക് വൈകുന്നേരം ആകുമ്പോൾ 1000 രൂപ കൂലി തന്നേക്കാന്ന് പറയും. അപ്പോൾ ആ കൂലിയും മേടിച്ച് വൈകുന്നേരം വീട്ടിൽ പോകും. പറഞ്ഞാൽ അത്ര ഗതികേടിലാണ് ഈ പിണറായിയുടെ ഭരണത്തിൻ്റെ കീഴിലും മോഡിയുടെ ഭരണത്തിൻ്റെ കീഴിലും രാജ്യത്തിൻ്റെ സിറ്റുവേഷൻ അത്ര ഗതികേടിലേക്ക് മാറി. 50% തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ. മിക്ക ആളുകൾക്കും പണിയില്ല. പകുതി ആളുകൾ കോലഞ്ചേരിയിലുള്ളൊരു 40-50% ആളുകൾ എൻ്റെ പുറകെ ബൈക്കിൽ, സ്കൂട്ടറിലും കാറിലും രാവിലെ മുതൽ മൊബൈലും പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. പണിയില്ല ആർക്കും. ആ ഒരു സിറ്റുവേഷനാണ്, അതിഭയങ്കരമായ രൂക്ഷമായ സിറ്റുവേഷനാണ്. തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഈ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉൾപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് മേടിക്കാൻ ആളില്ല. അപ്പോൾ അവർ കഞ്ഞി കുടിക്കാൻ ഗതിയില്ല. അബുദാബിക്കാരന് പിന്നെ കുറച്ച് ഓയിലുള്ളതുകൊണ്ട് അത് വിറ്റാണ് കഞ്ഞി കുടിക്കും. മറ്റവന് കഞ്ഞി കുടിക്കാനും ഗതിയില്ല. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിലും ഗൾഫ് മേഖലകളിലൊക്കെ പ്രശ്നമാണ്. യൂറോപ്പിലെ അമേരിക്കയിൽ എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല.